എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ യോഗാധ്യക്ഷൻ, എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ, നമ്മുടെ വേദിയിൽ സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്പി സാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ഊർജ്ജമൊക്കെ പോയോ? അതുവരെ നല്ല ആവേശത്തോടു കൂടി ഇരിക്കുകയായിരുന്നല്ലോ. ഞാൻ ഒത്തിരി നേരം ഒന്നും സംസാരിക്കത്തില്ല കേട്ടോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഇപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമോ? എന്തോ പ്രാർത്ഥിക്കുന്നേ? പഠിക്കാൻ ബുദ്ധി നൽകണേ, അച്ഛനും അമ്മയ്ക്കും ഒന്നും വരുത്തല്ലേ, ആർക്കും ആപത്തുണ്ടാക്കല്ലേ. നിങ്ങളിവിടെ വന്നപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയല്ലോ, അല്ലല്ലോ? ലോകം മുഴുവൻ വെരി ഗുഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനായിരിക്കണം? ലോകം മുഴുവൻ സുഖം കിട്ടാൻ വേണ്ടിയാണ്, അല്ലയോ? നമുക്ക് സുഖം കിട്ടാൻ വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? ലോകത്തിന് മുഴുക്ക സുഖം കിട്ടിയാലോ? ലോകത്തിന് മുഴുക്ക സുഖം കിട്ടുകയാണെങ്കിലോ നമുക്ക് സുഖമാവും, അല്ലേ? എല്ലാവർക്കും സുഖമാണെങ്കിൽ ഈ ലോകത്ത് ദുഃഖം ഉണ്ടാകുമോ? ഇല്ല. യുദ്ധം ഉണ്ടാകുമോ? ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ടോ? എവിടാ? ഗൾഫില്, അല്ലയോ? ഇറാനിൽ അവിടെ യുദ്ധം നടക്കുന്നു, അപ്പുറത്തെ പിന്നെ പാലസ്തീനിൽ യുദ്ധം നടക്കുന്നു. അങ്ങനെ ഒരുപാടിടത്ത് യുദ്ധം നടക്കും. യുദ്ധമൊക്കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൾക്കാരൊക്കെ ഒത്തിരി മരിച്ചു പോവും. നമ്മളുണ്ടാക്കി വെച്ച എല്ലാ സംസ്കാരവും തകർന്നു. നമ്മുടെ വീടുകളൊക്കെ തകർന്നു പോകത്തില്ലേ? നമ്മുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെടത്തില്ലേ? അപ്പോൾ ആർക്കും ദുഃഖം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ലോകത്തിന് മുഴുക്കെ സുഖം പകരണം. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ബാപ്പുജിയുടെ കാര്യം പറഞ്ഞില്ലയോ? ബാപ്പുജി, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണെന്നറിയാമോ? ലോകം മുഴുക്കെ. അത് അങ്ങനല്ല, നേരത്തെ നമ്മുടെ നമ്പി സാർ പറഞ്ഞ പോലെ ജാതി മതം ഒന്നുമില്ല, എല്ലാത്തിനും അപ്പുറത്ത് എല്ലാവരെയും സ്നേഹിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന ഇതാ: രഘുപതി രാഘവ രാജാറാം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലയോ? പതിത പാവന സീതാറാം. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ ഈശ്വരന്മാരും ഒന്നാണ്. ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്ന ആളും അള്ളാവെന്ന് പറയുന്ന ആളും ഒന്നാണ്. ഈശ്വര അള്ളാ തേരെ നാം സബ് കോ സൻ. നിങ്ങൾക്ക് ഹിന്ദി അറിയാവോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഇതാ: ഈശ്വരൻ അള്ളാ. അള്ളാ ആരാ? യേശു ഉണ്ട്. അള്ളാ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമാണല്ലേ. ഈ ഈശ്വരൻ എന്ന് പറയുന്നതും അള്ളാഹ് എന്ന് പറയുന്നതും ഒരാളാണ്. അതുകൊണ്ട് എല്ലാവർക്കും സബ് കോ സന്മതി, എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട എന്തുവാ? എനിക്ക് വാവ് വരുത്തരുതെന്നല്ല, എല്ലാവർക്കും നല്ലത് വരുത്തണേ. എല്ലാവർക്കും നല്ലത് വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പഠിക്കണം, വേണ്ടേ? നല്ല കാര്യങ്ങൾ പഠിക്കണ്ടേ? നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? വായിച്ച് മാത്രമാണോ? പിന്നെങ്ങനെ? കളിക്കാൻ പോകണം. നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തരും, നമ്മുടെ സാറുമാർ പറഞ്ഞു തരും, സ്കൂളിൽ പഠിക്കാനുള്ളിടത്തുനിന്ന് പറഞ്ഞു തരും. ഇവിടെ എങ്ങും കിട്ടാത്തത് നമുക്ക് എവിടുന്ന് കിട്ടും? പുസ്തകത്തിൽ നിന്നല്ലയോ? നിങ്ങൾ രാവിലെ എല്ലാവരും പേപ്പർ വായിച്ചെന്നല്ലേ പറഞ്ഞത്, അല്ലേ? ഇങ്ങനെ നമ്മൾ വായിച്ച് നമുക്ക് അറിവും നന്മയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് PN പണിക്കർ എന്ന് പറയുന്ന ഒരു അപ്പൂപ്പൻ നമുക്ക് വേണ്ടി ഇവിടെ എല്ലാം വായനശാല ഉണ്ടാക്കിയത്. നിങ്ങൾ വായനശാല കണ്ടിട്ടുണ്ടോ? ഏത് വായനശാല കണ്ടിട്ടുണ്ട്? ആ വായനശാല
ഏത്? ഇവിടുത്തെ വായനശാലയോ? പിന്നെ ഏത് വായനശാല കണ്ടിട്ടുണ്ട്? ഹരിപ്പാട്ട്. അവിടെ പോയി പുസ്തകമൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി പുസ്തകം ഇരിക്കുന്നു, നല്ല നല്ല പുസ്തകങ്ങളാണ്. ഇതെല്ലാം വായിക്കുന്ന എന്തിനാ? അറിവ് നേടിയിട്ട് എന്തോ ചെയ്യാനാ? നന്മയുണ്ടാവണം. ജോലി കിട്ടുക മാത്രമല്ല, നമുക്ക് നന്മകളുണ്ടാകണം, അല്ലേ? വായിച്ചും അറിഞ്ഞും മാത്രമേ നമുക്ക് ജീവിതം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നന്മയുണ്ടാക്കാൻ പറ്റും. ഞാനൊരു കഥ പറയട്ടെ. പണ്ടൊരു രാജാവുണ്ടായിരുന്നു. പണ്ടൊരു രാജാവുണ്ടായിരുന്നു. രാജാക്കന്മാർ ഭരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ പോലെയല്ല. ഒരു രാജാവ് ഭരിച്ചിട്ട് അദ്ദേഹം അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത രാജാവാകുന്ന ആരാ? നിങ്ങൾ കഥയൊക്കെ കാണുന്നില്ലേ ടി വിക്കകത്തും ഈ പൂമ്പാറ്റയ്ക്കകത്തും ബാലരമയ്ക്കകത്തും? രാജാവിൻ്റെ മകനാ. ഇപ്പം അങ്ങനാണോ? പിന്നെ ഇപ്പോൾ ആരാ? രാജാവിൻ്റെ മകനാണെങ്കിൽ വീട്ടിൽ പോയിരിക്കാൻ പറയില്ലയോ? നമ്മൾ എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. അതാണ് ജനാധിപത്യം. പണ്ട് ഇതുവല്ലതും ഉണ്ടോ? കേട്ടോ? എന്തോ പേര്? മോൻ്റെ പേരെന്തോ? അഭിറാം. ഞാൻ ഈ കഥ പറയുന്നത് കേട്ടോ. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് നല്ല രാജാവായിരുന്നു. നല്ല രാജാവ് എന്തോ ചെയ്യുന്നേ? നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ രാജ്യത്ത് കുടിവെള്ളം ഉണ്ടാക്കും, പ്രജകൾക്കെല്ലാം നല്ല ആഹാരം കൊടുക്കും, പള്ളിക്കൂടം ഉണ്ടാക്കും, ഇതെല്ലാം ചെയ്യത്തില്ലേ? പക്ഷേ ഈ അടുത്ത രാജാവാകുന്ന ആരാ? മകൻ. അവരും ഇതുപോലെ നല്ലതല്ലെങ്കിൽ എന്തു ചെയ്യും? രാജ്യമെല്ലാം കുളമായി പോലെയോ? വലിയ രാജാവ് നല്ല കുളമൊക്കെ ഉണ്ടാക്കി വെള്ളം കൊടുക്കാനാണെങ്കിൽ കൊച്ചു രാജാവ് എന്തു ചെയ്യും? ഇതെല്ലാം അങ്ങ് കുളം തോന്നും. ചീത്തയാകത്തില്ലേ? അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രാജകുമാരന്മാരെ നല്ല ബുദ്ധി പഠിപ്പിക്കണം. വേണ്ടായോ? വേണ്ടേ? നല്ല ബുദ്ധികൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്ന് ഈ PN പണിക്കർ സാർ ഉണ്ടായിരുന്നോ? അന്ന് വായനശാലയുണ്ടോ? അന്ന് കണിച്ചനല്ലൊരു സ്കൂളുണ്ടോ? ഇത് ഒത്തിരി കാലം മുമ്പാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നറിയാവോ? അവിടുത്തെ ഒരു വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ വിളിച്ചു. ആ മന്ത്രിയുടെ പേര് മറക്കരുത്. ഈ പേര് മറക്കരുത് കേട്ടോ. മന്ത്രിയുടെ പേരെന്തുവാ? വിഷ്ണു ശർമ്മൻ. VD സതീശനോ? VD സതീശൻ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി, നമ്മുടെ പൂക്കി മന്ത്രി അല്ലയോ? നമ്മുടെ പൂക്കി മന്ത്രി അല്ലയോ? ഇത് അന്നത്തെ ഒരു പൂക്കി മന്ത്രിയാണ് വിഷ്ണു ശർമ്മൻ. വിഷ്ണു ശർമ്മൻ നല്ല ബുദ്ധിയുള്ള നമ്മുടെ PM പണിക്കർ സാറിൻ്റെ കൂട്ടാ. സാറ് പറഞ്ഞു, വിഷ്ണു ശർമ്മൻ പറഞ്ഞു, ഈ പിള്ളേരെ ഞാൻ പഠിപ്പിച്ച് റെഡിയാക്കി തരാം. നിങ്ങളൊരു സിനിമയ്ക്കകത്തെ വഷളായ 2-3 പിള്ളേരെ പഠിപ്പിക്കാൻ ഈ കുതിരവട്ടപ്പൂ എന്ന് പറയുന്ന ആൾ വരുന്ന കേട്ടിട്ടുണ്ടോ? അയാൾ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് പിള്ളേർ പടക്കമൊക്കെ വെച്ച് പൊട്ടിക്കുകയും ഇങ്ങനെ ഓടിക്കോടുന്നു. വിഷ്ണു ശർമ്മൻ എന്ത് ചെയ്യുന്നറിയാമോ? വിഷ്ണു ശർമ്മൻ ഇവിടെ വന്ന് പിള്ളേരോടെല്ലാം പിള്ളേരെ വിളിച്ചു വരുത്തിയിട്ട് ഇവർക്കൊരു കഥ പറഞ്ഞു. ഇവർക്കൊരു കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഥ ഇഷ്ടമാണെങ്കിൽ ആ കഥയിലൂടെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇയാൾ പറഞ്ഞ കഥയിലെ നായകന്മാരും നായികമാരും ആരൊക്കെയാണെന്നറിയോ? മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ്. മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ. നിങ്ങൾക്കും അത്തരം കഥകളാണോ ഇഷ്ടം? ആണോ? എല്ലാം ഉഷാറായിട്ടെന്ന് പറഞ്ഞേ. എത്രയും കഥകളാണ് കൂടുതൽ ഇഷ്ടം? അപ്പോൾ ഈ ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു കഥ ആദ്യം പറഞ്ഞു കൊടുത്തു. നമ്മുടെ അനുസരണ ഇല്ലാത്ത പിള്ളേരാണെങ്കിൽ ഇങ്ങോട്ട് വാടാ, നിന്നെ അടിച്ച് റെഡിയാക്കുമെന്ന് പറയുന്നതിന് പകരം ഇദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുത്തു. എന്താ കഥയെന്നറിയാവോ? ഒരിടത്ത് ഒരു കുരങ്ങനുണ്ടായിരുന്നു. ഈ കുരങ്ങനെ പറഞ്ഞനുസരിക്കത്തില്ല. പറഞ്ഞനുസരിക്കാത്ത കുരങ്ങനെ ഒരു ദിവസം അവിടെ ഈ പണ്ട് നമ്മുടെ ഈ കഥവൊക്കെ ഉണ്ടാക്കുന്ന തടി ഇറക്കുന്ന അറിയാവോ? തടി ഇറക്കുന്ന വാള് വെച്ചാൽ ഇപ്പം മില്ലിലാണ്. നിങ്ങൾക്ക് അറിയത്തില്ല, പണ്ട്
വാള് വെച്ച് അറക്കുമ്പോൾ തടി ഇങ്ങനെ പൊളന്ന് വരും. ആ പൊളന്ന് വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആപ്പ് കുത്തി വെക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സം, അതിനെയാണ് ആപ്പ് വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. ആപ്പ് ഇങ്ങനെ വെക്കും. കുരങ്ങനുള്ള കുസൃതി എല്ലാം കാണിക്കും. കുരങ്ങൻ ഈ ആപ്പൊക്കെ വലിച്ചു വരാൻ ചെല്ലും. അപ്പോൾ വേറെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു പക്ഷി പറയും, കുരങ്ങ നീ വിവരക്കേട് കാണിക്കരുത്, ഈ ആപ്പ് വലിച്ചു വരരുത്, അപകടമാണ്. കുരങ്ങൻ അനുസരിക്കുമോ? കുരങ്ങൻ എന്ത് അറിയാമോ? ആപ്പ് വലിച്ചു വരാൻ വേണ്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നോണ്ടാ. അന്നേരം ഇതിൻ്റെ വാൽ ഇതിൻ്റെ ഇടയ്ക്കോട്ടാണ് കയറിയിരുന്നത്. ഈ തടി രണ്ടായിട്ട് കയറിയിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയ്ക്കോട്ടാണ് ഇതിൻ്റെ വാലിരുന്നത്. ആപ്പ് വലിച്ചു ഊരുകയും തടി ഇടി കുരങ്ങൻ്റെ വാല അതിനകത്ത് കുരുങ്ങിപ്പോയി, അവിടെ നിന്ന് ചത്തുപോയി. ഈ കഥ പറഞ്ഞു കൊടുത്ത ആർക്ക്? വിഷ്ണു ശർമ്മൻ ഈ രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തുവാ പറഞ്ഞത്? അതിനകത്തൊരു ഗുണപാഠമുണ്ട്. അറിവുള്ളവർ പറഞ്ഞു തരുമ്പം അനുസരിക്കണം. നല്ല കാര്യമാണോ എന്ന് അറിഞ്ഞ് അതനുസരിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. ഇങ്ങനെ ഒത്തിരി കഥകൾ ഈ വിഷ്ണു ശർമ്മൻ പറഞ്ഞു കൊടുത്തു. ഒത്തിരി കഥകൾ, അതിനകത്തെല്ലാം മൃഗങ്ങളും പക്ഷികളും ഒക്കെ കഥാപാത്രങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ടോം ആൻഡ് ജെറിയൊക്കെ ഇഷ്ടമല്ലേ? മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയതുകൊണ്ടല്ലേ? പൂച്ചയും എലിയും പ്ലൂട്ടോയും ഒക്കെ ആയതുകൊണ്ടാണ് അല്ലേ? ആണല്ലോ. അപ്പോൾ ഇത്തരം കഥകളെയാണ്, ഈ കഥകളെല്ലാം ഇപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്. ആ കഥയുടെ പേരാണ് പഞ്ചതന്ത്രം കഥകൾ. ഏട്ടാ കണ്ടോ? നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി കോരങ്ങൻ ആപ്പ് വലിച്ചു വരുന്ന പടം കണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇതുപോലെ ഒത്തിരി കഥകളുണ്ട്. സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ട കഥയും കാളയും പോത്തിൻ്റെ കഥയും, അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. ഇത് വായിക്കണേ, വായിക്കോ? ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യും? കഥ ചുമ്മാതെ മനസ്സിലാക്കിയുള്ളൂ. അതിനകത്തു നിന്നുള്ള ഗുണപാഠം ഉൾക്കൊള്ളണം. നമ്മൾ വായിക്കുന്ന എന്തിനാപ്പോ? അറിവ് നേടുക മാത്രമല്ല, ചുമ്മാതെ അറിവ് നേടുകയാണോ? അതിൽ നിന്ന് നമുക്ക് നന്മ വരാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം, ഇല്ലയോ? ഇന്നെന്താ യൂണിഫോം ഇല്ലയോ? തയ്ക്കാൻ കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഈ പുസ്തകം വായിക്കണമെന്ന് പറയുന്നത് എന്തിനാ? ചുമ്മാ അറിവ്, വെറുതെ അറിവ് കിട്ടല്ലേ. പുസ്തകത്തോട് നമുക്കൊരു ഇഷ്ടം വരണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരനാരാ? പുസ്തകം ആണോ? അതെന്താ കാര്യം? നല്ല കഥകളും എല്ലാം ഉള്ളത് കൊണ്ടല്ലേ? ഈ പുസ്തകത്തിൻ്റെ മാത്രം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവർക്കുള്ള എല്ലാം നമുക്ക് ഷെയർ ചെയ്യുമോ? ഇല്ല. അവർക്കുള്ള 2 മുട്ടായി കിട്ടിയാൽ അവർ ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം തരും. 1 മുട്ടായിയാ കിട്ടിയുള്ളല്ലോ, നമ്മൾ കാണാതിങ്ങനെ തിന്നും, അല്ലയോ? അത്രയല്ലേ ഉള്ളൂ. ഒരാളും നമുക്കുള്ളത് എല്ലാം വേറൊരാൾക്കും കൊടുക്കത്തില്ല. പക്ഷേ ഈ പുസ്തകത്തിലുള്ളതെല്ലാം നമുക്കുള്ളതാ. നിങ്ങൾക്ക് കുറച്ചൊക്കെ കഥകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. കിറ്റി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി അറിയോ? ആരാ കിറ്റി? പറഞ്ഞോ? ആന്ന് പറഞ്ഞില്ലേ? കിറ്റി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി കേട്ടിട്ടുണ്ടോ? 2ാം ലോക മഹായുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ ലോകത്തെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ യുദ്ധം നടക്കത്തില്ലയോ? അതുപോലെ ലോകത്ത് വലിയൊരു യുദ്ധം നടന്നു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും എല്ലാം ഒരു ഭാഗത്തും, ബാക്കിയുള്ള ലോകരാജ്യങ്ങളൊക്കെ എതിർവശത്തുമായിട്ട് ഭയങ്കര യുദ്ധം. അത് ഒത്തിരി പേരെ കൊന്നൊടുക്കി. ആയിക്കോട്ടെ. വരൂ. കൈയടിക്കുമ്പോഴേ ഒരു താളത്തിന് കൈയടിക്കണം. ഞാനൊരു കൈയടി കാണിച്ചു തരാം.
ഒത്തിരി ആവരുത്. എന്തിനാ ഈ കൈയടിക്കുന്നത്? കൈയടിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരാളെ പ്രോത്സാഹിപ്പിക്കുക. അത് മാത്രമല്ലല്ലോ, നമുക്ക് നല്ലതില്ലേ, നമുക്കൊരു വ്യായാമമാണ്. നമ്മുടെ കൈയെ തമ്മിൽ കൂട്ടി അടിക്കുമ്പം അവിടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, രക്തം ഓട്ടം കൂടുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് അടിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടും, നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു വ്യായാമമാണ്. മനസ്സിനും സന്തോഷം, ശരീരത്തിനും സന്തോഷം, കാണുന്ന ഞങ്ങൾക്കും സന്തോഷം. അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു കിരാതനായ ഒരു നേതാവുണ്ട്. ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മുറിവീശ ഒക്കെ വെച്ച ഒരാളാണ്. ഭയങ്കര ക്രൂരനായിരുന്നു അയാൾ. ആ രാജ്യത്തുള്ള ഹിറ്റ്ലറുടെ ജാതിയിൽ പെടാത്ത എല്ലാവരെയും കൊന്നൊടുക്കും. എല്ലാവരെയും കൊന്നൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കൊന്നൊടുക്കുമ്പോൾ വലിയ അറയ്ക്കകത്തിട്ട് വിഷവാതകം ശ്വസിപ്പിച്ച്, അതുപോലെ ഒരു തരം ബ്ലേഡ് വെച്ച് വെട്ടി ഗില്ലറ്റും ചെയ്യാന്ന് പറയും. അങ്ങനെ വെട്ടിയൊക്കെ ഒത്തിരി പേരെ കൊന്നു. ചിലരൊക്കെ പേടിച്ച് വീടിൻ്റെ അടിയിൽ തടവറകളിൽ കിടന്നു. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നേ തടവറയുണ്ടാക്കും, ബങ്കർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മളെന്ത് ചെയ്യും? ഒളിച്ച് താമസിക്കും. ഇപ്പോഴും യുദ്ധമൊക്കെ വരുന്ന സമയത്ത് ബോംബിടാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പം സാധ്യതയുള്ള സ്ഥലത്ത് വീടിൻ്റെ അടിയിൽ ഒരു വലിയ അറയുണ്ടാക്കുക. അതിന് ഞാൻ ബങ്കർ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു കുടുംബം ഒളിച്ചു കഴിഞ്ഞു. അതിലെ ഒരു കുട്ടിയുടെ പേരാണ് ആൻ ഫ്രാങ്ക്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പേര് മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ ചില പേരുകൾ മറക്കരുത്. വിഷ്ണു ശർമ്മൻ, പഞ്ചതന്ത്ര ഗത. ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടി തടവറയിൽ പെട്ടുപോയി. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവർ ബോംബിട്ട് കൊല്ലും. ഹിറ്റ്ലറുടെ ആൾക്കാർ ബോംബിട്ട് കൊല്ലും. അതുകൊണ്ട് ഇവർ പേടിച്ച് അതിനകത്ത് വെള്ളമൊക്കെ, അതിനകത്ത് കിട്ടുന്ന ഭക്ഷണമൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചത്തുപോകും. അപ്പോഴാ കുട്ടിക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് കിറ്റി. ആ കൂട്ടുകാരിയുടെ പേരാണ്, ആ കിറ്റി ആരാന്നറിയാവോ? ഒരു ഡയറിയാണ്. ആ കുട്ടിയുടെ കൂട്ടുകാരിയുടെ പേര് കിറ്റി. ആ കിറ്റി എന്ന് പറഞ്ഞ ആരാ? ആ ഡയറി. ആ ഡയറിയുമായിട്ടായിരുന്നു ആ കുട്ടി ദിവസവും സംസാരിക്കുന്നത്. സംസാരിക്കുക മാത്രമല്ല, അത് എഴുതി വെക്കും. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം. അന്ന് മുതൽ രണ്ടാം ലോക ആ കുഞ്ഞ് അതിനകത്ത് കിടന്ന് മരിച്ചുപോയി. അത് പിന്നീട് ജീവിച്ചില്ല. ആ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ തടവറയിൽ നിന്ന് ഈ ഡയറി കണ്ടെടുക്കുന്നത്. അതിനകത്ത് ഓരോ ദിവസവും എഴുതും. ഇന്നത്തെ അനുഭവം, ഇന്ന് എന്തെല്ലാം അതറിഞ്ഞു, പുറത്ത് ശബ്ദം കേട്ടതോ വെള്ളം കുടിക്കാൻ കിട്ടാതിരുന്നതോ ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട കിറ്റി എന്നും പറഞ്ഞാണ് ഓരോ ദിവസവും ഡയറി എഴുതുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും വീട്ടിൽ ചെന്ന് അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് പറയണമെന്ന് പറയും. അതുപോലെ നമുക്ക് എഴുതാം ഓരോ സംഭവം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സംഭവം വരുമ്പോൾ നമുക്കൊരു ഡയറി ഉണ്ടാക്കി അതിനകത്ത് എഴുതണം. വലിയ വലിയ ആൾക്കാരൊക്കെ ആവുന്നത് അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ഡയറിക്കകത്ത് എഴുതണം. ഞാൻ ഒത്തിരി നേരം ഒന്നും സംസാരിക്കില്ല കേട്ടോ, ഞാൻ എളുപ്പം നിർത്താൻ പോവാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? വീട്ടിൽ എവിടെ ഇരുന്നാ? തറയിലിരുന്ന്, ടേബിളിലിരുന്ന് കഴിക്കും. കഴിക്കുന്ന സമയത്ത് ടി വി കാണും. ടി വി കണ്ടില്ലേ കഴിക്കാൻ പറ്റുമോ? കഴിക്കും. മൊബൈൽ കാണും? ഇല്ല, മൊബൈൽ കാണത്തേ ഇല്ല. മൊബൈൽ കണ്ടോണ്ട് കഴിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന്, രണ്ട്, ഒരാളേ ഉള്ളോ? 2 പേര്. ബാക്കി 3 പേര്. കൈ പൊങ്ങി വരാൻ പാടാ, ഇല്ലയോ? ആ, എപ്പോഴും മൊബൈൽ കാണുന്ന എത്ര പേരുണ്ട്? രാത്രിയിലൊക്കെ ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു പറിച്ചാണ് അവൻ സത്യസന്ധമായിട്ട് അവൻ കൈ പോകും. ഇതേ നിങ്ങൾ കൂടുതൽ പേരും ചുമ്മാതെ പറയാം. പല വീടുകളിലും
പിള്ളേരുടെ കയ്യിലാണ് മൊബൈൽ. പിള്ളേർ മൊബൈൽ അമ്മമാരുടെ നിന്ന് അല്ലെ അച്ഛന്മാരുടെ നിന്ന് പിടിച്ചെടുത്തിട്ട് അതിനകത്തങ്ങ് കളി തുടങ്ങും. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന എത്ര പേരുണ്ട്? കണ്ടോ? കുറേശ്ശെ പേര് വരുന്നുണ്ടല്ലോ. എല്ലാവർക്കും അറിയാം. ഈ നമ്മുടെ ഈ പഴയ കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് പണ്ടത്തെ തലമുറകളെയൊക്കെ നമ്മൾ 1964 മുമ്പ് യുദ്ധം കഴിഞ്ഞിട്ട്, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ജനിച്ചവരെ നമ്മൾ ബൂമേഴ്സ് എന്നാണ് പറയുന്നത്. ബൂമേഴ്സ്, ബേബി ബൂമേഴ്സ്. അത് കഴിഞ്ഞ് പല തലമുറ വന്നു. 2012 കഴിഞ്ഞ് നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എന്താ വിളിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആൽഫ. എന്തോ 2K kids, millennials. 2K kids. 2K കിഡിൽ തന്നെ 2012 കഴിഞ്ഞ് ജനിച്ചവരാ നിങ്ങളൊക്കെ. നിങ്ങളെയൊക്കെ വിളിക്കുന്ന ആൽഫ എന്നാണ്. എന്താ വിളിക്കുന്നത്? ആൽഫ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ആൽഫ കുഞ്ഞുങ്ങളെ വിളിച്ചാൽ വിളിയേക്കോ? ഈ ആൽഫ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേകത എന്താ അറിയാമോ? ജനിക്കുന്ന കാലം മുതൽ മൊബൈൽ കയ്യിലാണ്. ജനിക്കുന്ന കാലം മുതൽ മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളോ. നിങ്ങളിപ്പോൾ എന്നോട് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളൊക്കെ അങ്ങനെ. അത് കണ്ട് ഞങ്ങളെക്കാൾ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലായിരിക്കും ഇതെന്തുവാ. പിള്ളേരാ പറഞ്ഞു തരുന്നത്. പിള്ളേർക്കറിയാം. ജനിക്കുന്ന കാലം മുതലേ ഈ മൊബൈൽ ശരിക്കറിയാം. അറിഞ്ഞ് മൊബൈലിൻ്റെ അടിമപ്പെട്ടു പോകും നമ്മൾ. എപ്പോഴും മൊബൈൽ കണ്ടാൽ മൊബൈലിന് അടിമപ്പെട്ടു പോകും. അവസാനം നമ്മളേതാ മൊബൈൽ ഏതാ എന്നറിയാൻ വയ്യാതായിപ്പോകും. അങ്ങനെ വന്നാൽ ഭയങ്കര അപകടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഒരു ദിവസം ഒരു അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലെങ്ങും ആരും മൊബൈൽ തരാൻ പാടില്ല. നിങ്ങളുടെ രക്ഷകർത്താക്കളോട് പറയണം. ബാക്കി സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വായിക്കണം, പഠിക്കണം, നിങ്ങളുടെ ഈ കളിക്കണം, ഇതെല്ലാം വേണം. കളിക്കാനും പോകണം. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കളിക്കുന്നത് എന്തറിയാമോ? ഈ മൊബൈൽ എടുത്ത് വെച്ച് ഗെയിമാണ് കളിക്കുന്നത്. ഞാനിപ്പോൾ ഈയിടെ ഒരു ഗെയിം കണ്ടു. ഈ ഗെയിമൊന്നും നിങ്ങൾ കാണുകയേ ചെയ്യാത്ത ഗെയിമാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും. ഒരാൾ തോക്ക് എടുത്തുകൊണ്ട് പോവുക. അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ്. തോക്ക് ഇവിടെ വെച്ചേക്കുക. വെറുതെ നടന്നു പോകുമ്പോൾ വഴിയിലൊരുത്തം വരും, അയാളെ അടിച്ചു കൊല്ലും. അവിടെ ചോര കിടക്കും. അറിയാം. ഫ്രീ ഫയർ. ഇങ്ങനെ ഓരോരുത്തരും കൊന്നു മുന്നേറുന്നതാണ് ജയിക്കുന്ന ആള്. ഇത് സ്ഥിരം കണ്ട് അങ്ങനെ ഒത്തിരി കളികളുണ്ട്. എനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. അവിടെ പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും അറിയാവേ. ഇത് കാണുമ്പോഴേ നമുക്ക് ആദ്യം നല്ല രസമാണ്. നമുക്കിത് നല്ല രസമാണ്. എല്ലാവരെയും ഇടിച്ചിടിച്ച് കൊന്നു നമ്മൾ ജയിക്കുന്ന വലിയ ഇഷ്ടമല്ലേ? ഇടിപ്പടത്തിൽ നായകനൊക്കെ ഇടിച്ച് നായകനെ ഇടിക്കുന്ന വില്ലന്മാരെയാ. ഇത് വഴിയെ കാണുന്നവരെല്ലാം അടിച്ചു കൊല്ലുക. അതിനകത്തൂടെ നമുക്കുണ്ടാകുന്ന ഒരു ക്രിമിനൽ വാസനയാണ്. ഇപ്പോൾ ജയിലിലൊക്കെ കിടക്കുന്ന കള്ളന്മാരില്ലയോ, കൊലപാതകളൊക്കെ, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ നിങ്ങൾ ആരും മാറരുത്. അതിനുള്ള ഒരേ ഒരു മാർഗം ഇതാ, വായനയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം വായിക്കുമല്ലോ. ഞാൻ ഒത്തിരി നേരം ഒന്നും പറയുന്നില്ല കേട്ടോ. എല്ലാവരും വായിക്കുമല്ലോ. ഇത്രയും നല്ല പുസ്തകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PN പണിക്കർ സാറ് നമുക്ക് വേണ്ടി നാട് മുഴുക്ക വായനശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വായനയിലൂടെ വളരാൻ പറ്റൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടില്ലേ, വായിച്ചാൽ വായിച്ച് വളർന്നാൽ വിളയും, അല്ലയോ? വായിച്ച് വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വളയരുത്. നിങ്ങൾ നിവർന്ന് നിൽക്കണം. നിങ്ങൾ നിവർന്ന് നല്ല തലമുറയായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളല്ലേ എല്ലാവരും ഒന്ന് കൈയടിച്ച് നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ 3 പ്രാവശ്യം കൈയടിച്ചാൽ മതി. എല്ലാവരും നല്ല കുട്ടികളാണ്.
സാർ പറഞ്ഞ പോലെ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം വഴി വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കണേ. ഹായ്, ശരി, നന്ദി.